Good morning students. Welcome to Zero to Infinity batch. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെട്രിക്സ് ആണ്. നിങ്ങൾ മാത്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന ഉത്തരം എന്താ? മെട്രിക്സ് എന്നായിരിക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മെട്രിക്സ്? മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ വൈസ് നിങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് എന്തായിരിക്കും? മെട്രിക്സ് ഈസ് ദ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ് അല്ലേ? നമുക്കിവിടെ ഡെഫിനിഷൻ ഒന്നും അല്ല വേണ്ടേ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട്. മെട്രിക്സ് A is equal to 1 2 3 0 2 5. ഓക്കെ, ഈ മെട്രിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ മെട്രിക്സിൽ എത്ര റോസാ ഉള്ളത്? ദിസ് ഇസ് R1 ആൻഡ് ദിസ് ഇസ് R2. ഇനി ഈ മെട്രിക്സിൽ എത്ര കോളം ഉണ്ട്? C1 C2 ആൻഡ് C3. ഓക്കെ, അപ്പോൾ മെട്രിക്സിലെ റോസ്, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും കൗണ്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ? ഓർഡർ ഓഫ് എ മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് അല്ലേ? ഇറ്റ് ഇസ് നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. ഇനി നോക്കിയേ, ഈ മെട്രിക്സിൽ എത്ര റോസാ ഉള്ളേ? R1 R2 അല്ലേ? 2 റോസ്. എത്ര കോളംസാ ഉള്ളേ? C1 C2 ആൻഡ് C3, ദാറ്റ് ഇസ് 3. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? 2/3. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയാണ് നമ്മൾ പറയുക? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി +1 +2 പഠിച്ച കാര്യങ്ങളാണ്. ഒത്തിരി തിയറി പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു മെട്രിക്സാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്തായിരിക്കും? ഡയഗണൽ മെട്രിക്സ് നോക്കിയേ, 1 0 0 0 2 0 0 0 3. ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ നോക്കിയേ? ഈ മെട്രിക്സിൽ ഡയഗണലിൽ മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ അല്ലേ? ഡയഗണൽ നിങ്ങൾക്ക് അറിയാലോ, 1 2 3 ഈ 3 എലമെൻറ്റ്സ് മാത്രമേ ഈ മെട്രിക്സിനകത്തുള്ളൂ. അപ്പോൾ ഇതെന്താ? ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ? ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോ, ബാക്കി എല്ലാവരും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് മെട്രിക്സ് പറയുമല്ലോ, ഏതാ? ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരിക്കും അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ്? നിങ്ങൾക്കറിയാം അല്ലേ? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. നമ്മുടെ ഡയഗണൽ മെട്രിക്സിനകത്ത് ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും 0 അല്ലേ? അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സിൽ എന്താ? ആ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി വേറെ മെട്രിക്സ് ഏതാ ഉള്ളത്? സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ്. ഓക്കെ, സ്കെയിലാർ മെട്രിക്സ് എന്താ? ഇപ്പം നമ്മൾ പറഞ്ഞ അതേ ടൈപ്പ് തന്നെയാണ്. എന്തേ ഉള്ളൂ? ഡയഗണലിൽ മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ, അവരെല്ലാം എന്തായിരിക്കും? സെയിം നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഇപ്പം ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. സ്കെയിലാർ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 2 വന്നിരിക്കുന്നത്, ഇതുപോലെ 3 4 ഏത് നമ്പർ വേണോ ആവാം അല്ലേ? അപ്പോൾ ഈ 3 മെട്രിക്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ മെട്രിക്സിനകത്ത് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? നോൺ സീറോ, ബാക്കി എല്ലാവരും എന്തായിരിക്കും? 0 ആയിരിക്കും. ഐഡന്റിറ്റി ആണെങ്കിൽ അവരെല്ലാം 1 ആയിരിക്കും. സ്കെയിലാർ ആണെങ്കിൽ ഏത് നമ്പർ ആയിക്കോട്ടെ അവരെല്ലാം എന്താ? സെയിം നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടൈപ്പ് ഓഫ് മെട്രിക്സാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഇനി ഒരു മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അപ്പം ഞാനൊരു മെട്രിക്സ് പറയാണ്. A is equal to 1 2 3 4 5 6 7 8 9. ഈ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാ? ഈ 1 5 9 ഈ ഡയഗണൽ എലമെൻറ്റ്സ് ആണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ? പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലേ? പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെങ്കിൽ മെയിൻ ഡയഗണൽ. ഓക്കെ ആണോ? പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെങ്കിൽ മെയിൻ ഡയഗണൽ. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ഇവരെയോ 7 5 3 ഇവരെ പറയുന്നത് എന്താ? ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്.
ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ ഓഫ് ഡയഗണൽ. അപ്പം ഓക്കെ, ഒരു മെട്രിക്സ് തന്നാൽ ആ മെട്രിക്സിലെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് പറയുക? 1, 5, 9 ആൻഡ് ഓഫ് ഡയഗണലോ 3, 5, 7. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ഡയഗണൽ, നമുക്ക് പ്രിൻസിപ്പൽ ഡയഗണലാണ് പഠിക്കാനുള്ളത് കൂടുതലും. ഓഫ് ഡയഗണൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഡയഗണൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ആരെയാ? പ്രിൻസിപ്പൽ ഡയഗണലാണ് ഓർക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊക്കെ മതി, നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായി. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പിന്നെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത 2 ആൾക്കാരുണ്ട് കേട്ടോ. ട്രയാങ്കുലാർ മെട്രിക്സ്. ട്രയാങ്കുലാർ മെട്രിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ട്രയാങ്കുലാർ മെട്രിക്സ്. ഈ ട്രയാങ്കുലാർ മെട്രിക്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, അപ്പർ ട്രയാങ്കുലാർ ആൻഡ് ലോവർ ട്രയാങ്കുലാർ. എന്താണ് ഈ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആൻഡ് ലോവർ ട്രയാങ്കുലാർ? ഒന്ന് നോക്കിയേ, ആ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, അപ്പർ ട്രയാങ്കുലറും ലോവർ ട്രയാങ്കുലർ. അപ്പർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ പോർഷനിൽ ട്രയാങ്കിൾ ഉണ്ടാവും അല്ലേ. അപ്പം ഞാനൊരു മെട്രിക്സ് എഴുതാം. A is equal to 1, 2, 3. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എപ്പോഴും എനിക്ക് 1, 2, 3 നമ്പേഴ്സേ ഉള്ളൂ, പറയാൻ എളുപ്പത്തിന് പറയുന്നതാ. ദെൻ 4, 5, 0, 0, 6. ഓക്കെ, ഇതാണ് എന്ത്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? അപ്പർ പോർഷനിൽ മാത്രം ആ ട്രയാങ്കിൾ അല്ല അല്ലേ, അതായത് ഈ ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. നോക്കിയേ, അപ്പർ പോർഷൻ നോക്കിയതേ, ഡയഗണൽ എലമെന്റ്സോട് ചേർത്ത് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റിയില്ലേ? അപ്പോൾ ഇതാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അവരുടെ ഡയഗണൽ എലമെന്റ്സിന് താഴെ വരുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാലോ എന്തായിരിക്കും ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് നേരെ ഓപ്പോസിറ്റ് വരും അല്ലേ, ലോവർ പോർഷനിൽ മാത്രം ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? 1, 0, 0, ദെൻ 2, 3, 0, 4, 5, 6. നോക്കിക്കേ, ഈ മെട്രിക്സിന്റെ ലോവർ പോർഷനിൽ മാത്രം ആ ട്രയാങ്കിൾ അല്ല, അതായത് ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയാണ് എന്ത് വരുന്നത്? ഒരു ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്താ പറയുക, ഡയഗണൽ എലമെന്റ്സിന് മുകളിൽ വരുന്ന, അതായത് അപ്പർ പോർഷനിൽ വരുന്ന എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. വെരി ഈസി അല്ലേ? അപ്പോൾ ഈ 2 ടൈപ്പ് മെട്രിക്സ് നമുക്ക് ആവശ്യമുള്ളതാ. ഇവരൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്ത് വെച്ചേക്കുക. എന്തൊക്കെയാ? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള എല്ലാവരും 0, അതായത് അപ്പർ പോർഷനിൽ ട്രയാങ്കിൾ ഉണ്ട്. ലോവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ പോർഷനിൽ ട്രയാങ്കിൾ ഉണ്ട്. ഡയഗണൽ എലമെന്റ്സിന് മുകളിൽ വരുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പല ടൈപ്പ് മെട്രിക്സ് ഇപ്പോൾ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? ഡയഗണൽ മെട്രിക്സ് അറിയാം, പിന്നെ ഏതാ? ഐഡന്റിറ്റി മെട്രിക്സ് അറിയാം, സ്കെയിലാർ മെട്രിക്സ് അറിയാം, പിന്നെ ട്രയാങ്കുലർ മെട്രിക്സ് 2 ടൈപ്പ് പഠിച്ചു, അപ്പർ ട്രയാങ്കുലറും ലോവർ ട്രയാങ്കുലറും. അപ്പോൾ ഇത്രയൊക്കെ മതി നിങ്ങൾക്ക് ബേസ് ആയിട്ട് അറിയാം. ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, ജസ്റ്റ് ഞാനൊരു ഇൻട്രോ തന്നേ ഉള്ളൂ. ഒരുപാട് കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെയിൻ ടോപ്പിക്കിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ റോ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ? മെട്രിക്സ് ഡിറ്റർമിനൻറ്റും ഒക്കെ നിങ്ങൾ +1, +2 പഠിച്ചതാ. അപ്പോൾ അതിൽ നിങ്ങൾ റോ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഈ റോ ട്രാൻസ്ഫോർമേഷൻ അല്ലേ? നമ്മുടെ മെട്രിക്സിനകത്ത് റോസ് ഉണ്ടല്ലേ, ആ റോസിനെ നമ്മൾ ഒരു ഫോമിലോട്ട് മാറ്റും. അതായി ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ റോസിനെ ഒരു പെർട്ടിക്കുലർ ഫോമിലോട്ട് മാറ്റും. അതിന് എങ്ങനെയൊക്കെയാണ് മാറ്റുന്നത് നമുക്ക് നോക്കാം. നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് റോ ട്രാൻസ്ഫോർമേഷനാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നോക്കാം. എക്കലോൺ ഫോം ആൻഡ് റോ റെഡ്യൂസ്ഡ് ഫോം. പേരൊന്നും കേട്ടിട്ട് പേടിക്കണ്ട. ഈ എക്കലോൺ ഫോം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ മെട്രിക്സിലെ റോസിനെ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിലോട്ട് മാറ്റുന്നു. അപ്പോൾ ആ ഒരു പേര് മാത്രം ഈ എക്കലോൺ ഫോം, അല്ലാണ്ട് ആ വേർഡ് കേട്ടിട്ട് എന്തോ വലിയ ഭീകരനാണെന്നൊന്നും വിചാരിക്കണ്ട. ഓക്കെ, എക്കലോൺ ഫോമും റോ റെഡ്യൂസ്ഡ് ഫോം. അപ്പം ഞാൻ ആദ്യം എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് നമുക്ക് പറയാം എങ്ങനെയാണ് ഇത് മാറ്റിയെന്നുള്ളത് അല്ലേ. അപ്പം നമ്മുടെ കയ്യിലൊരു മെട്രിക്സ് ഉണ്ടായിരുന്നു, ആ മെട്രിക്സിനെ എക്കലോൺ ഫോമിലോട്ട് ഞാൻ മാറ്റി. ആ മാറ്റിയിട്ട് കിട്ടുന്ന മെട്രിക്സ് ആണ് ഞാൻ ഈ പറയുന്നത്. നോക്കിക്കേ, 1, 2, 3, 0, 1, 5, 0, 0, 1. ഇതാണ് എക്കലോൺ ഫോമിലെ മെട്രിക്സ്. ഇനി നമുക്ക് റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ടാണ് ഞാൻ മാറ്റിയെങ്കിലോ എങ്ങനെ വരും? Okay. 1, 2, 3, 0, 2, 5, 0, 0, 7. ഓക്കെ, ഇതാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മെട്രിക്സിനെ ഞാൻ എക്കലോൺ ഫോമിലോട്ടും മാറ്റി, റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ടും മാറ്റി. ഇത് എങ്ങനെയാണ് മാറ്റേ? എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ?
നോക്കാം നമുക്ക്. ഈ റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താ പ്രത്യേകത ഒന്ന് നോക്കിക്കേ. നമ്മുടെ ഫസ്റ്റ് റോ അതുപോലെ തന്നെ ഉണ്ട് അല്ലേ? ഫസ്റ്റ് റോയിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. ഇനി റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റോയിൽ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് അല്ലേ, നോൺ സീറോ എലമെന്റിന് താഴെയുള്ള ഇവരെ രണ്ടുപേരെ എന്താക്കണം? സീറോ ആക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. ഓക്കെ അല്ലേ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന് താഴെ വരുന്ന രണ്ടുപേരെ എന്താക്കി? സീറോ ആക്കി. അതാണ് ആദ്യത്തെ നമ്മുടെ ജോലി. ഓക്കെ. ഇനി രണ്ടാമത്തെ ജോലി എന്താ? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് അയാളുടെ താഴെയുള്ള ആളെ സീറോ ആക്കുക. ഇതാണ് റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ റോസിന്റെ കൗണ്ട് കൂടുന്നതനുസരിച്ച് നമ്മൾ ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇനി അത് തന്നെ അല്ലേ ഈ എക്കലോൺ ഫോമിലുള്ള, നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന് താഴെയുള്ള രണ്ടുപേരും സീറോ. കറക്റ്റ് ആണ്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്, അതായത് സീറോ അല്ലാണ്ട് വരുന്ന ആദ്യത്തെ ആള്, അതാ ആരാ? ഇവിടെ 1 അല്ലേ? ആ 1ന് താഴെയുള്ള ആള് സീറോ ആയല്ലോ. ഓക്കെ ആണോ? ഇനി ഈ രണ്ട് ഫോം തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ഡയഗണൽ എലമെന്റ്സ് അല്ലേ, ഈ എലമെന്റ്സ് എല്ലാം 1 വന്നേ. ഇവിടെ അങ്ങനെയാണോ? വേറെ നമ്പേഴ്സാ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു മെട്രിക്സിനെ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? ഫസ്റ്റ് എലമെന്റ് ഓഫ് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഓഫ് ഈച്ച് റോ ഷുഡ് ബി 1 അല്ലേ? ഓരോ റോയിലെയും ആദ്യത്തെ നോൺ സീറോ എലമെന്റ് എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ. ഇവിടെ 1 ആണ്. ദെൻ സെക്കൻഡ് റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. തേർഡ് റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. ഈ രീതിയിൽ നമ്മൾ മെട്രിക്സിനെ മാറ്റുന്നതിനെയാണ് എക്കലോൺ ഫോം എന്ന് പറയുന്നത്. ഈ എലമെന്റിനെ വിളിക്കുന്ന പേര് പിവോട്ട് എലമെന്റ് അല്ലെങ്കിൽ ലീഡിംഗ് എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. എന്താ? പിവോട്ട് എലമെന്റ് അല്ലെങ്കിൽ ലീഡിംഗ് എലമെന്റ്. ഓക്കെ. പിവോട്ട് എലമെന്റ് അല്ലെങ്കിൽ ലീഡിംഗ് എലമെന്റ് എപ്പോഴും 1 ആണെങ്കിൽ അത് എക്കലോൺ ഫോം ആണ്. റോ റെഡ്യൂസ്ഡ് ഫോം ആണെങ്കിൽ നമുക്കത് 1 ആക്കണം നിർബന്ധമൊന്നുമില്ല, ഏത് നമ്പർ ആയാലും മതി. പക്ഷേ ഇതുപോലെ ഈ സീറോയുടെ കൗണ്ട് വരുന്നത് കറക്റ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ എക്കലോൺ ഫോം, റോ റെഡ്യൂസ്ഡ് ഫോം മനസ്സിലാക്കുക. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവും. നോക്കാം. ഞാനൊരു മെട്രിക്സ് എൻ്റെ കയ്യിൽ, നിങ്ങൾ റോ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചതാണ്, ഞാൻ ഒന്ന് നോക്കട്ടെ. ഒരു മെട്രിക്സ് എടുക്കാം. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1 -1 0 1 3 -1 5 3 -2. ഓക്കെ. ഈ മെട്രിക്സ് നമുക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്ത് നോക്കാം. നോക്കിക്കേ. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ ഈ മെട്രിക്സിലെ ഫസ്റ്റ് റോ എന്താ? ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഈ റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. 1 -1 0 എന്ന് പറയുന്ന റോയ്ക്ക് ചേഞ്ച് ഇല്ല. ഈ റോ അതുപോലെ എഴുതി. നമ്മൾ സെക്കൻഡ് റോയിനെയും തേർഡ് റോയിനെയാണ് മാറ്റാൻ പോകുന്നത് അല്ലേ? അപ്പോൾ R2നെ മാറ്റാൻ പോവാണ്. വേറെ ആരെയാണ് മാറ്റാൻ പോകുന്നത്? R3നെയും ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആരെ യൂസ് ചെയ്തിട്ട്? R1 എന്ന് പറയുന്ന ഫസ്റ്റ് റോ യൂസ് ചെയ്തിട്ട് വേണം ഇവരെ രണ്ടുപേരെയും ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം ഇത് തെറ്റാണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. R2ൽ നിന്ന്, അതായത് ഏത് റോയാണോ നമ്മൾ മാറ്റാൻ പോകുന്നത് ആ റോയിൽ നിന്ന് R1നെ മൈനസ് ചെയ്യോ പ്ലസ് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ രീതി തന്നെ ഫോളോ ചെയ്യുക. നോക്കിക്കേ, ഈ R2 എന്ന് പറയുന്ന റോയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടല്ലേ. അതായത് ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് 1നെയും 5നെയും നമ്മൾ 0 ആക്കാൻ പോവുക. ഈ പൊസിഷനിലുള്ള ഇവരെ രണ്ടുപേരെയും നമ്മൾ 0 ആക്കാൻ പോവുക. എന്ത് ചെയ്താൽ 0 ആവും? ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. 1 - 1 ചെയ്താൽ 0 കിട്ടത്തില്ലേ? ആണോ? ഓക്കെ. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 - R1 ചെയ്താൽ മതിയല്ലോ. നോക്കാം എങ്ങനെയാണ് R2 - R1 ചെയ്യുന്നത്. R2ൽ ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത്? 1 3 -1. ഇനി മൈനസ് R1ലെ എലമെന്റ്സ് ആരൊക്കെയാ? 1 -1 0. ഇനി ഇതൊന്നും ചെയ്ത് നോക്കിയേ. 1 - 1 എന്താ വരിക? 0. 3 മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ്. അപ്പോൾ 3 + 1 4. ദെൻ -1 - 0 -1. അപ്പം നമ്മുടെ എലമെന്റ്സ് ഏതൊക്കെയാ? 0 4 -1. ഓക്കെ, സെറ്റായി. നമ്മുടെ സെക്കൻഡ് റോ കറക്റ്റ് ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? R2 കഴിഞ്ഞു അല്ലേ? അടുത്ത R3നെ മാറ്റണം. R3 എന്ന് പറഞ്ഞാൽ തേർഡ് റോയാ. എന്താ? ഈ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 5നെ മാറ്റണം അല്ലേ? 5നെ 0 ആക്കാൻ ആരെ യൂസ് ചെയ്തിട്ട്? R1ൽ 1 യൂസ് ചെയ്തിട്ട്. എന്ത് ചെയ്താൽ 0 ആവും? നിങ്ങൾ നോക്കിയേ, 1ഉം 5ഉം ഉള്ളത് അല്ലേ? എന്ത് ചെയ്താലും 0 ആവുക? ഈ 1ൻ്റെ കൂടെ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 - 5 ചെയ്യുമ്പോൾ 0 കിട്ടുമല്ലോ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 മൈനസ് എന്ത് ചെയ്താൽ മതി? R1ൻ്റെ കൂടെ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു എന്നുള്ളത് നോക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല.
ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, എന്താ ചെയ്യാൻ പോകുന്നത്? R3 മൈനസ് 5R1. നോക്കിക്കേ, R3 എന്താന്ന് നോക്കിക്കേ. R3യിലെ എലമെന്റ്സ് പറഞ്ഞേ. 5, 3 മൈനസ് 2 മൈനസ് 5 ഇൻറ്റു അല്ലേ, എല്ലാവരെയും മൈനസ് 5 ഇൻറ്റു R1 ആണ്. R1ലെ എലമെന്റ്സ് പറഞ്ഞേ 1 മൈനസ് 1 0. ഇനി ഇതെന്താന്ന് ചെയ്തിട്ട് ആ റോ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ 5 മൈനസ് 5 എന്താ? 0. ദെൻ 3 മൈനസ് 5 ഇൻറ്റു മൈനസ് 1 അല്ലേ, അപ്പോൾ ദാറ്റ് ഇസ് 3 പ്ലസ് 5 8. ഇനി എന്താ വരിക? മൈനസ് 2 മൈനസ് 5 ഇൻറ്റു 0. 5 ഇൻറ്റു 0 എന്താ? 0 അല്ലേ, അപ്പോൾ മൈനസ് 2. ഓക്കെ ആണോ? അപ്പം നമ്മുടെ ഫസ്റ്റ് ജോലി കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ജോലി എന്തായിരുന്നു? ഈ 1ന് താഴെയുള്ള ഈ 2 എലമെൻസിനും 0 ആക്കണമായിരുന്നു. അത് ഓക്കെ ആയി. ഇനി അടുത്ത ജോലി എന്താ? സെക്കൻഡ് റോയിലെ ആദ്യത്തെ ആൾ അല്ലേ, സെക്കൻഡ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് ആരാ? 4. ഈ 4ന് താഴെയുള്ള 8നെ നമ്മൾ 0 ആക്കാൻ പോവാ. ഓക്കെ, 4ന് താഴെ വരുന്ന 8 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 0 ആക്കാൻ പോവാ. നോക്കുകയാണ്. അപ്പം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോകണു. ഇവിടെ ആരൊക്കെയാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുക? നമ്മുടെ ഫസ്റ്റ് 2 റോസും ഫിക്സഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് 2 റോസിനും ഒരു ചേഞ്ചും ഇല്ല. R3 എന്ന് പറയുന്ന തേർഡ് റോയിനെ ഞാൻ മാറ്റാൻ പോവാ. ആരെ യൂസ് ചെയ്തിട്ട്? R2 യൂസ് ചെയ്തിട്ട്. അത് വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ. ആദ്യം നമ്മൾ ചെയ്തത് ആരെ യൂസ് ചെയ്തിട്ടാ? R1 യൂസ് ചെയ്തിട്ടാ. ഇനി തേർഡ് റോ ചെയ്യുമ്പോൾ ആരെ യൂസ് ചെയ്തിട്ടാ ചെയ്യേണ്ടത്? R2 എന്ന് പറയുന്ന സെക്കൻഡ് റോ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി എന്ത് ചെയ്യാൻ നോക്കുക? ഇവിടെ 4 ആണ്, 8 ആണ് അല്ലേ, 4 ഉണ്ട്, 8 ഉണ്ട്. എന്ത് ചെയ്താൽ 0 ആവും? 4ൻ്റെ കൂടെ ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ നമുക്ക് 0 കിട്ടത്തില്ലേ? ആണല്ലോ. അപ്പം എന്ത് ചെയ്തു? R2 എന്ന് പറയുന്ന സെക്കൻഡ് റോയിൽ എല്ലാവരെയും 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്തു. ഓക്കെ ആണോ? ഇനി ഈ ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. എന്താ വരിക? R3 ചേഞ്ചസ് ടു R3 മൈനസ് 2R2 അല്ലേ, R3 ചേഞ്ചസ് ടു R3 മൈനസ് 2R2. ഓരോ എലമെൻസ് ആയിട്ട് പറഞ്ഞേ. R3 മൈനസ് 2R2 എങ്ങനെ ചെയ്യാം? R3 എന്താ? R3യിലെ എലമെൻസ് ഏതൊക്കെയാണ്? 0, 8, മൈനസ് 2. ദെൻ മൈനസ് 2 ഇൻറ്റു ആദ്യത്തെ 0 അല്ലേ, ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് നോക്കാം. R2യിലെ എലമെൻസ് പറഞ്ഞേ 0, 4, മൈനസ് 1. ഇനി പറഞ്ഞേ 0 മൈനസ് 0, 0 ആണ്. 8 മൈനസ് 4 ഇൻറ്റു 2 അല്ലേ, 8 മൈനസ് 8, 0 ആണ്. ദെൻ മൈനസ് 2, 2 മൈനസ് ഉണ്ട് അല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ് ആവും. അപ്പോൾ മൈനസ് 2 പ്ലസ് 2 എന്താ വരിക? 0. ഓക്കെ ആയോ? ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? കംപ്ലീറ്റ് 0 കിട്ടിയില്ലേ? ഇനി നമുക്ക് R4 റോ ഇല്ല. നമ്മുടെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നോക്കിക്കേ, ഇവിടെ എന്താ പ്രത്യേകത? ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ? ഈ മെട്രിക്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെയുള്ളവരൊക്കെ 0 ആക്കി. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെയുള്ള ആളെ 0 ആക്കി. അപ്പോൾ ആ 2 കാര്യങ്ങളും ചെയ്തു. ഇനി ഈ ടൈപ്പിനെയാണ് നമ്മൾ പറഞ്ഞ എന്താ? റോ റെഡ്യൂസ്ഡ് ഫോം അല്ലേ, റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ടാണ് നമ്മളിപ്പോൾ മെട്രിക്സിനെ മാറ്റിയിരിക്കുന്നത്. നമ്മുടെ ജോലി കഴിഞ്ഞു. ഇനി എന്താ എക്കലോൺ ഫോം? എക്കലോൺ ഫോമിലോട്ട് മാറ്റാൻ ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ ചെയ്യണം. എന്തായിരിക്കും ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എക്കലോൺ ഫോമിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിൽ ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റ് 1 ആയിരിക്കണം അല്ലേ. ഇവിടെ 1 ആണ്, ഇവിടെ ഓക്കെ ആണ്, പ്രശ്നമില്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 ആണോ ഉള്ളത്? അല്ല, 4 ആ ഉള്ളത്. അപ്പോൾ 4 എന്ന് പറയുന്ന നമ്പറിനെ 1 ആക്കണം. എന്ത് ചെയ്താലാണ് 1 ആവുന്നത്? 4നെ 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ പോരെ? ആണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത 4 എന്ന് പറയുന്ന എലമെൻറ്റിനെ 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് റോ അതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി സെക്കൻഡ് റോ, തേർഡ് റോയ്ക്കും കംപ്ലീറ്റ് 0 ആയി അല്ലേ, അവർക്ക് ചേഞ്ച് ഒന്നുമില്ല. സെക്കൻഡ് റോ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് റോയിലെ 4 മാറ്റാൻ വേണ്ടിയിട്ട് 1 ആക്കാൻ 4നെ 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ സെക്കൻഡ് റോയെ കംപ്ലീറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്താ വരിക? 0. ദെൻ 4/4 എന്ത് വരും? 1 വരും. ദെൻ മൈനസ് 1/4. ഓക്കെ ആണോ? ഈ ഒരു ഫോമിനെയാണ് നമ്മൾ എക്കലോൺ ഫോം എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ടായിരുന്നു, അയാളെ നമ്മൾ ആദ്യം റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റി, പിന്നെ എക്കലോൺ ഫോമിലോട്ട് മാറ്റി. ഓക്കെ ആണോ? ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത നമ്മുടെ മെയിൻ ടോപ്പിക് ആയ റാങ്കിലോട്ട് കടക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റനായി റാങ്ക് അല്ലേ. അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമുക്ക് ഇത് ഒത്തിരി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ട, കാരണം റാങ്കിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നല്ലപോലെ പഠിക്കും. അതുകൊണ്ട് അത് വിഷമിക്കേണ്ട. നമുക്ക് നോക്കാം റാങ്ക് എന്താണെന്ന് അല്ലേ. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ മെട്രിക്സ് അല്ലേ. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ
ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്നതെന്ന്. റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആഫ്റ്റർ റെഡ്യൂസിങ് ടു എന്താണ്? എക്കലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് ഫോം. നമ്മുടെ മെട്രിക്സ് ഉണ്ടല്ലോ, ആ മെട്രിക്സിനെ എക്കലോൺ ഫോമിലോട്ടോ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ടോ മാറ്റാം. അത് നമ്മളിപ്പോൾ പഠിച്ചതാ അല്ലേ? ഒരു മെട്രിക്സ് കിട്ടിയാൽ ആ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ടോ എക്കലോൺ ഫോമിലോട്ടോ കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം. അങ്ങനെ മാറ്റിയ മെട്രിക്സിൽ എത്ര നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. അതായത് കംപ്ലീറ്റ് സീറോ ആയി പോകാണ്ട് ഉള്ള എത്ര റോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക അല്ലേ? ആ നമ്പർ ഓഫ് റോസ് ആണ് എന്തെന്ന് പറയുന്നത്? റാങ്ക് എന്ന് പറയുന്നത്. ആ നമ്പർ ഓഫ് റോസിൻ്റെ കൗണ്ടാണ്. അപ്പോൾ ഡെഫിനിഷൻ ഒന്നും വേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് അല്ലേ? ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 1 1 1 1 2 3 ആൻഡ് 1 2 5. നമ്മുടെ കയ്യിലൊരു മെട്രിക്സ് ഉണ്ട് എ. ഈ മെട്രിക്സിൻ്റെ റാങ്ക് ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു റാങ്ക് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ട എന്താ? റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മെട്രിക്സ് എഴുതി. മെട്രിക്സ് എന്താ? എ ഈസ് ഈക്വൽ ടു 1 1 1 1 2 3 1 2 5. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണല്ലോ അല്ലേ? എത്ര റോസ് ഉണ്ട്? 3 റോസും 3 കോളംസും ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ജോലി എന്താ ഞാൻ പറഞ്ഞു? ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ അല്ലേ, ഫസ്റ്റ് റോ ഫിക്സഡ് ആണ്, ഈ 1 ഫിക്സഡ് ആണ്. ഈ 1 താഴെയുള്ള ഈ 2 എലമെൻറ്റ്സ് അല്ലേ, ഈ പൊസിഷനിൽ വരുന്ന ഈ 2 പേര് നമ്മൾ എന്താക്കാൻ പോവാണ്? 0 ആക്കാൻ പോവാണ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത് റോ ട്രാൻസ്ഫോർമേഷൻ? ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടായി ഈക്വൽ ടു സിമ്പിൾ ഇടാണ്ട് ഒരു ഇക്വാലൻ സിമ്പിൾ ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ ഫിക്സഡ് ആണ് അല്ലേ? 1 1 1. ആ റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല. ഇനി ആരൊക്കെയാണ് മാറ്റാൻ പോകുന്നത്? R2 എന്ന് പറയുന്ന സെക്കൻഡ് റോയിനെയും ചേഞ്ച് ചെയ്യാൻ പോവാണ്. R3 എന്ന് പറയുന്ന തേർഡ് റോയിനെയും ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആരെ യൂസ് ചെയ്തിട്ട്? R1 യൂസ് ചെയ്തിട്ട്. മറന്നു പോരുത്, R2നെയും R3നെയും മാറ്റുന്നത് ആരെ യൂസ് ചെയ്തിട്ടാ? R1 യൂസ് ചെയ്തിട്ടാ. ഇനി എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം. നോക്കിക്കേ, ഇവിടെ 1 ആണ് നമ്മുടെ R1 എന്ന് പറയുന്ന എലമെൻറ്റ് 1 അല്ലേ? എന്ത് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുക? 1 - 1 ചെയ്താൽ 0 കിട്ടത്തില്ലേ? ആണോ? അപ്പോൾ R2നെ ഡയറക്റ്റ് ആയിട്ട് R1 ആയിട്ട് മൈനസ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അതുപോലെ തന്നെ അല്ലേ R3യിലും? R3 മൈനസ് R1 ചെയ്താൽ പോരെ? 0 കിട്ടുമല്ലോ. ഓക്കെ ആണോ? അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? അപ്പോൾ R2 മൈനസ് R1. ഇനി ഒന്ന് നോക്കിക്കേ, ഇതൊന്നും സൈഡിൽ ഇങ്ങനെ എഴുതി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ടൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. നിങ്ങൾ അല്ലാണ്ട് തന്നെ മാനുവലി ചെയ്ത് പോയാൽ മതി. എന്ന് പറഞ്ഞാൽ R2ലെ എലമെൻറ്റ്സ് ആരൊക്കെയാ? 1 2 3. ദെൻ മൈനസ് R1ലെ എലമെൻറ്റ്സ് ആരൊക്കെയാ? എല്ലാം 1 അല്ലേ? 1. ഇനി പറഞ്ഞേ 1 - 1 എന്താ? 0. ദെൻ 2 - 1 1. 3 - 1 2. ഓക്കെ ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? R3 മൈനസ് R1. R3 മൈനസ് R1 ആണ്. R3യിലെ എലമെൻറ്റ്സ് ആരൊക്കെയാ? 1 2 5. ദെൻ R1ലെയോ? എല്ലാം 1 തന്നെ അല്ലേ? ഇനി ചെയ്തേ 1 - 1 എന്താ? 0. ദെൻ 2 - 1 1. ദെൻ 5 - 1 4. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ജോലി കഴിഞ്ഞു. ആദ്യത്തെ ജോലി എന്തായിരുന്നു? ഈ 1ന് താഴെയുള്ള ഈ 2 പേരെയും 0 ആക്കണം എന്നായിരുന്നു. 0 ആക്കിയോ? ആക്കി. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ ജോലി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 2 പേരെ ഫിക്സ് ആക്കി വെക്കുക അല്ലേ? നമ്മുടെ ഫസ്റ്റ് റോയിനെ ഒന്നും ചെയ്യാൻ പാടില്ല, സെക്കൻഡ് റോയിനെ ഒന്നും ചെയ്യാൻ പാടില്ല. ആ 2 റോസിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. തേർഡ് റോ R3നെയാണ് മാറ്റാൻ പോകുന്നത്. ആരെ യൂസ് ചെയ്തിട്ടാണ് മാറ്റാൻ പോകുന്നത്? R2 യൂസ് ചെയ്തിട്ട്. ഇതിങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. ആദ്യം നമ്മൾ ചെയ്യുന്നത് R2നെ R3നെയും മാറ്റുന്ന ആരെ യൂസ് ചെയ്തിട്ടാ? R1 എന്ന് പറയുന്ന ഫസ്റ്റ് റോ യൂസ് ചെയ്തിട്ട്. അടുത്ത് R3 എന്ന് പറയുന്ന തേർഡ് റോയെ മാറ്റാൻ പോകുന്നത് ആരെ യൂസ് ചെയ്തിട്ടാ? R2 എന്ന് പറയുന്ന സെക്കൻഡ് റോ യൂസ് ചെയ്തിട്ട്. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മുടെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ഇവിടെ ഫിക്സഡ് ആണ്. ഇനി ആരെയാ മാറ്റാൻ പോകുന്നത്? 1 അല്ലേ? ഈ 1നെ നമുക്ക് 0 ആക്കണം. ഈസി അല്ലേ? 1 ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മൈനസ് ചെയ്താൽ പോരെ? 1 - 1 ചെയ്താൽ 0 കിട്ടും. R3 ചേഞ്ചസ് ടു R3 മൈനസ് R2. നോക്കിക്കേ, എങ്ങനെയാണ് R3 മൈനസ് R2 ചെയ്യുക? R3യിലെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 0 1 4.
അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ R3 ഇനി ചെയ്യുമ്പോൾ തൊട്ട് മുമ്പേ കിട്ടിയ മെട്രിക്സിൽ എലമെൻസിനെ വേണം R3 ആയിട്ട് എടുക്കാൻ. അല്ലാണ്ട് ഞാൻ R3 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ R3 ആലോചിക്കരുത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റേജ് ചെയ്യുമ്പോൾ R3 എന്ന് പറഞ്ഞാൽ ആരാ? 0 1 4 ആ. R2 അവിടെ ആരാ? 0 1 2 ചെയ്താൽ മതി. ഇനി പറഞ്ഞേ 0 - 0 അവിടെ 0 തന്നെയാണ് വരിക. 1 - 1 0, 4 - 2 2. ഓക്കെ ആയോ? അപ്പം നമ്മുടെ ജോലി കഴിഞ്ഞു, നമ്മുടെ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി റാങ്ക് കിട്ടാൻ എന്താന്ന് ഞാൻ പറഞ്ഞേ? നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് അല്ലേ? നോൺ സീറോ ആയിട്ട്, അതായത് കംപ്ലീറ്റ് സീറോ ആയി പോകാത്ത എത്ര റോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. കംപ്ലീറ്റ് സീറോ ആയി പോകാത്ത എത്ര റോസാണ് ഇവിടെ ഉള്ളത്? നോക്കിയാൽ ആദ്യത്തെ റോ നോക്കിയാൽ ആദ്യത്തെ റോയിൽ എല്ലാവരും സീറോ ആണോ? അല്ല. രണ്ടാമത്തെ റോയിൽ എല്ലാവരും സീറോ ആണോ? അല്ല. തേർഡ് റോയിൽ എല്ലാവരും സീറോ ആണോ? അല്ല. അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് സീറോ ആയി പോകാത്ത എത്ര റോസ് ഉണ്ട് ഇവിടെ? 3 റോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാങ്ക് എന്തായിരിക്കും? റാങ്ക് ഇസ് ഈക്വൽ ടു 3. കഴിഞ്ഞു. എന്ത് ഈസിയാന്ന് നോക്കി, നമ്മുടെ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ കംപ്ലീറ്റ് സീറോ ആയി പോകാത്ത എത്ര റോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക അല്ലേ? അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. കംപ്ലീറ്റ് സീറോ വരുന്ന ഏതെങ്കിലും റോ ഉണ്ടെങ്കിൽ അത് മാത്രം മാറ്റി വെക്കുക, ബാക്കി റോസ് നോക്കുക. അപ്പോൾ കംപ്ലീറ്റ് സീറോ ആയി പോകാണ്ടുള്ള എത്ര റോസ് ഉണ്ടെന്ന് നോക്കുക. ആ കൗണ്ടാണ് എന്തെന്ന് പറയുന്നത്? റാങ്ക്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, by reducing into row echelon form find the rank of the matrix. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റിനകത്ത് റാങ്ക് കണ്ടുപിടിച്ചാൽ മാത്രം മതിയായിരുന്നു അല്ലേ? ഇവിടെ അങ്ങനെയല്ല, എക്കലോൺ ഫോമിലോട്ട് മാറ്റിയിട്ട് റാങ്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണമായിരിക്കും? നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാവരും 1 ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം അല്ലേ? നോക്കിക്കേ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനകത്ത് അങ്ങനെ ആയിരുന്നോ? ഇവിടെ നോക്കി, ഇതാ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും എക്കലോൺ ഫോം ആണോ റോ റെഡ്യൂസ്ഡ് ഫോം ആണോ? എക്കലോൺ ഫോം ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എലമെൻ്റ് അല്ലേ, ലീഡിങ് എലമെൻ്റ്, അവരെല്ലാം എപ്പോഴും 1 ആയിരിക്കണം. അങ്ങനെയാണോ? ഇവിടെ ഓക്കെ ആണ്, ഇവിടെയും ഓക്കെ ആണ്. പക്ഷെ ലാസ്റ്റ് റോയിൽ 2 ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത് 1 അല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് 1 ആക്കി എക്കലോൺ ഫോമിലോട്ട് മാറ്റാം. ഇവിടെ നമ്മളോട് അങ്ങനെ ചോദിച്ചിട്ടില്ല, റാങ്ക് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മളവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, എക്കലോൺ ഫോമിലോട്ട് മാറ്റിയിട്ട് അല്ലേ റാങ്ക് കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു കുഞ്ഞു പരിപാടികൾ അല്ലേ, ലാസ്റ്റ് എന്ത് ചെയ്യുക? ആ എലമെൻറ്റ്സ് എല്ലാം 1 ആക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാം എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ, നിങ്ങൾക്ക് ഈസിയാണ്. അപ്പോൾ നമ്മുടെ മെട്രിക്സിന് ഞാൻ എന്ന് പേര് കൊടുത്തു. എന്ത് ചെയ്യാൻ പോവാണ്? ഫസ്റ്റ് ചെയ്യേണ്ട ജോലി എന്താ? ആദ്യം ചെയ്യേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ എന്ത് ചെയ്ത് വെച്ചു? ഫിക്സഡ് ആക്കി വെച്ചു. ആദ്യത്തെ റോയിലുള്ള ആരെയും ഞാനൊന്നും ചെയ്യുന്നില്ല, ആ എലമെൻറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി ആരൊക്കെയാണ് മാറ്റാൻ പോകുന്നത്? R2 എന്ന് പറയുന്ന സെക്കൻഡ് റോയെ മാറ്റുന്നു, R3 എന്ന് പറയുന്ന തേർഡ് റോയും ചേഞ്ച് ചെയ്യാൻ പോവുക. ആരെ യൂസ് ചെയ്തിട്ട്? R1 യൂസ് ചെയ്തിട്ട്. ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. R2നെയും R3നെയും മാറ്റാൻ പോവുക. ആരെ യൂസ് ചെയ്തിട്ട്? R1 എന്ന് പറയുന്ന ഫസ്റ്റ് റോ യൂസ് ചെയ്തിട്ട്. ഇനി നോക്കി എന്ത് ചെയ്യണം? നോക്കിക്കേ, ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന എലമെൻറ്റ് 1 ആ. ഞാൻ ഇനി മാറ്റാൻ പോകുന്നത് 2നെയും 5നെയും അല്ലേ? 2 എന്ന് പറയുന്ന എലമെൻറ്റിനെ 5 എന്ന് പറയുന്ന എലമെൻറ്റിനെ നമുക്ക് മാറ്റണം. ഓക്കെ ആണോ? എങ്ങനെയായിരിക്കും മാറ്റാൻ പറ്റുക? 2നെ 1 ആക്കണം അല്ലേ? സോറി, 2ഉം 1 ആ ഉള്ളത് അല്ലേ? 1ഉം 2 എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് ഉണ്ട്. ഇത് R1ൽ എലമെൻറ്റ്, ഇത് R2ൽ എലമെൻറ്റ്. ഈ 2 എന്ന് പറയുന്ന പൊസിഷനിൽ നമുക്ക് 0 വരണം. എന്ത് ചെയ്യും? ഇവിടെ 1ൻ്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 2 - 2 ചെയ്യുമ്പോൾ 0 കിട്ടത്തില്ലേ? അതിനെന്താ ചെയ്യുക? ഈ R1ൽ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ മൈനസ് ചെയ്തു. ഓക്കെ, നമ്മുടെ എയിം ആ എലമെൻറ്റ് മാത്രം 0 ആക്കണം എന്നായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി എല്ലാ എലമെൻറ്റ്സിനും ആ ഓപ്പറേഷൻ ചെയ്യും. നോക്കാം എന്താ ചെയ്യാൻ പോകുന്നത്? R2 - 2R1 എങ്ങനെ ചെയ്യും? R2ൽ എലമെൻറ്റ്സ് എഴുതിക്കേ. 2 2 4 1 ദെൻ മൈനസ് 2 × അല്ലേ? എല്ലാവരെയും R1ൽ എല്ലാവരെയും എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി R1ലെ എലമെൻറ്റ്സ് പറഞ്ഞേ. 1 2 -1 3. ഇനി പറഞ്ഞേ എന്തായിരിക്കും വരിക? 2 - 2 0 ദെൻ 2 - 4 അല്ലേ? -2 ദെൻ 4 ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ? അപ്പോൾ 4 + 2 എന്ന് വരും 6 ദെൻ 1 - 6 -5.
ഓക്കെ ആയോ? സെറ്റായി. നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി. ഇനി ഏത് ചെയ്യേണ്ടേ? R3. ഇവിടെ R3യിലെ എലമെന്റ് ഏതാ? 5 ഈ 5നെയാണ് നമുക്ക് 0 ആക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഞാൻ നേരത്തെ ചെയ്ത പോലെ അതുപോലെ തന്നെ അല്ലേ? R1ൽ എല്ലാ എലമെന്റ്സിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യും. അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. R3 മൈനസ് 5R1. R3യിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 5, 6, 7, 5 മൈനസ് 5 ഇൻറ്റു അല്ല എല്ലാ നമ്പറിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതണം എന്നൊന്നുമില്ല. നിങ്ങൾ കാൽക്കുലേറ്ററിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ജസ്റ്റ് നല്ല രീതിയിൽ അത് എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. മാനുവലി നിങ്ങൾക്ക് എഴുതാണ്ട് തന്നെ ചെയ്യണം. ഈ സൈഡിലുള്ള സ്റ്റെപ്സ് എല്ലാം കാണിക്കണം എന്ന് ഒരു നിർബന്ധമില്ല അല്ലേ? നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. അപ്പം നിങ്ങൾക്ക് തെറ്റാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ 5 മൈനസ് 5 എന്താ? 0 കിട്ടി. ദെൻ 6 മൈനസ് 10 എന്ന് വരും അല്ലേ? അപ്പോൾ -4. ഇനി നോക്കിയേടാ 7 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പോൾ 7 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 12 ആയി. ദെൻ അടുത്ത എന്താ? 5 മൈനസ് 15. 5ൽ നിന്ന് 15 മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? -10. ഈ എലമെൻറ്റ്സ് അവിടെ എഴുതിയാൽ മതിയല്ലോ. ഏതൊക്കെയാണ്? 0, -4, 12, -10. ഓക്കെ ആണോ? നമ്മുടെ ആദ്യത്തെ ജോലി കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യാം. അടുത്ത ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? നേരത്തെ നമ്മൾ R1 മാത്രം ഫിക്സ് ചെയ്ത് വെച്ചു. അടുത്ത എന്താ ചെയ്യേണ്ടത്? R1നെയും R2നെയും ഒന്നും ചെയ്യാൻ പാടില്ല, അവരെ ഫിക്സ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് റോ അതുപോലെ മാറ്റി വെച്ചു. സെക്കൻഡ് റോയിനെയും ഫിക്സ് ചെയ്തു, ഒന്നും ചെയ്യാൻ പാടില്ല, എലമെൻറ്റ്സ് എല്ലാം അതുപോലെ വെച്ചു. ഇനി പറഞ്ഞേ ആരെയാ മാറ്റണ്ടേ? R3നെ മാറ്റണം. ആരെ യൂസ് ചെയ്തിട്ട്? R2 യൂസ് ചെയ്തിട്ട്. ഓക്കെ. ഇനി നോക്കിക്കേ, ഇനി ആരൊക്കെയാ മാറ്റേണ്ടതെന്ന് നോക്കിക്കേ. ഈ -2 യൂസ് ചെയ്തിട്ട് -4 എന്ന് പറയുന്ന പൊസിഷനിലുള്ള എലമെന്റ് അല്ലേ, -4നെ എന്താക്കാൻ പോവുക? 0 ആക്കാൻ പോവുക. എന്ത് ചെയ്താ 0 ആവും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ -2 ഉണ്ട്, -4 ഉണ്ട് അല്ലേ? ഞാനിവിടെ 2ൻ്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ -4 കിട്ടി. ഇനി എന്നിട്ട് മൈനസ് ചെയ്തു, അപ്പോൾ 0 ആവുമോ? ആകും അല്ലേ? -4 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, അപ്പോൾ -4 + 4 0 കിട്ടി. കഴിഞ്ഞു അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? R2ലെ എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി, നമുക്ക് 0 കിട്ടി. അതാണല്ലോ നമുക്ക് വേണ്ടേ. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞേ. R3 മൈനസ് 2R2. അപ്പോൾ R3ലെ എലമെൻറ്റ്സ് ഏതൊക്കെയാ? 0, -4, 12, -10. ഇനി ഇവരെല്ലാം എന്ത് ചെയ്യാൻ പോവാ? -2 ഇൻറ്റു R2ലെ എലമെൻസുമായിട്ട് മൈനസ് ചെയ്യാൻ പോവാ. -2 ഇൻറ്റു R2ലെ എലമെൻറ്റ്സ് ആരൊക്കെയാ? 0, -2, 6, -5. ഇനി എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞേ. 0 മൈനസ് 0 അല്ലേ? എന്താ 0 തന്നെ വരും. അതോ എപ്പോഴും 0 ആയിരിക്കും, തെറ്റത്തില്ല. അടുത്ത നോക്കിയേ, -4 + 4 എന്താ? 0. അടുത്ത നോക്കിയേടാ 12 മൈനസ് 12. 12 - 12 എന്താ? 0. ദെൻ ഇവിടെ നോക്കിയേ -10 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അപ്പോൾ -10 + 10 എന്താ? അതും 0. എല്ലാവരും 0 ആയിപ്പോയി അല്ലേ? ഓക്കെ ആണോ? എല്ലാവരും 0 ആയി. ശരിക്കും ഇപ്പം തന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞു കാണുമല്ലോ എന്താ റാങ്ക് എന്ന്. എന്താ റാങ്ക് ഇവിടെ? നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്താ? കൗണ്ട് ചെയ്തേ. കംപ്ലീറ്റ് 0 ആയി വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ? ഇവിടെ ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആയിപ്പോയി. അപ്പോൾ അവരെ മാത്രം നമ്മൾ മാറ്റി ബാക്കി രണ്ടുപേരെ നോക്കിയാൽ മതി. ശരിക്കും ഇവിടെ എന്താ റാങ്ക്? 2 ആണ് റാങ്ക് അല്ലേ? പക്ഷെ ഒരു കാര്യം നോക്കിയേ, ബൈ റെഡ്യൂസിങ് ഇൻറ്റു എക്കലോൺ ഫോം എന്നാ പറഞ്ഞിട്ടുള്ളത്. എക്കലോൺ ഫോമിലോട്ട് മാറ്റിയിട്ട് റാങ്ക് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എക്കലോൺ ഫോമിൽ കൂടെ ചേഞ്ച് ചെയ്യണമല്ലോ. അതിനെന്താ വേണ്ടേ? ഇവിടെ എല്ലാം കറക്റ്റ് ആണോ നോക്കിയേ. നിങ്ങൾ ഫസ്റ്റ് റോയിൽ ആദ്യത്തെ ആൾ 1 ആണോ? ഫസ്റ്റ് റോയിൽ ആദ്യത്തെ ആൾ 1 ആണല്ലേ? ഓക്കെ, കറക്റ്റാ. പക്ഷെ സെക്കൻഡ് റോയിൽ നോക്കിയേ, സെക്കൻഡ് റോയിൽ ആദ്യത്തെ എലമെന്റ് -2 ആ. -2 അല്ലല്ലോ അവിടെ വരേണ്ടേ, 1 വരണം. എന്ത് ചെയ്താൽ വരും? -2നെ -2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ പോരെ? കഴിഞ്ഞു. അപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാ? എക്കലോൺ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ R2നെ മാറ്റാൻ പോവാ. R2ലെ ഈ -2നെ 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? R2 ഡിവൈഡഡ് ബൈ -2 ചെയ്താൽ മതി. R2ലുള്ള എല്ലാവരെയും -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പോൾ എങ്ങനെ വരും? 0, 1,
ദെൻ 6/-2 എന്ന് വരും അല്ലേ, അപ്പോൾ -3, ദെൻ -5/-2 എന്ന് വരും. ആ മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 5/2 എന്നൊക്കെ എഴുതാം. ഓക്കെ, അപ്പം ഓക്കെ ആണല്ലോ. അപ്പം ഇത് ജസ്റ്റ് അങ്ങനെ എഴുതിയിരുന്നാൽ മതി, ഡെസിമലൊന്നും ആക്കണം എന്നില്ല, അതുപോലെ ഇട്ടിരുന്നാൽ മതി. ഇനി പറഞ്ഞ റാങ്ക് എന്താ ഇവിടെ, നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് എഴുതണം എന്നൊന്നും ഇല്ല, നിങ്ങൾ ഡയറക്റ്റ് റാങ്ക് എഴുതിയാൽ മതി. റാങ്ക് എന്താ 2 അല്ലേ, നമ്പർ ഓഫ് നോൺ സീറോ റോസ്, അതായത് കംപ്ലീറ്റ് സീറോ ആകാണ്ടുള്ള എത്ര റോസ് ഉണ്ട്, എത്ര റോസ് ഉണ്ട്, 2 പേരല്ലേ ഉള്ളൂ. നോക്കിയാൽ ലാസ്റ്റ് റോ കംപ്ലീറ്റ് സീറോ ആയിപ്പോയി, അപ്പോൾ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി 2 പേരെ നമ്മൾ കൗണ്ട് ചെയ്തു, അപ്പോൾ റാങ്ക് എന്താ 2. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ ഞാൻ എല്ലാ കാൽക്കുലേഷനും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും ക്ലാരിറ്റിയിൽ നിങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മാനുവലി ചെയ്യണം എന്നൊന്നുമില്ല, നിങ്ങൾ അല്ലാണ്ട് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഇത് കാണിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഇതിന് മാർക്കൊന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഈസി ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റാങ്ക് തന്നെയല്ലേ, അപ്പം റാങ്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് റാങ്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ തന്നെ അല്ലേ. സെക്കൻഡിൽ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോം അല്ല എക്കലോൺ ഫോമിൽ ചെയ്യാൻ പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, റാങ്ക് കണ്ടുപിടിക്കുക, ഈസി. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, കുറേ സീറോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ ജോലി ഇവിടെ ഒഴിവായി. ഓക്കെ, നോക്കിയേ നമ്മുടെ മെട്രിക്സ്. ഈ മെട്രിക്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിയേടാ. ഈ മെട്രിക്സിൽ ഫസ്റ്റ് റോയിൽ ആദ്യത്തെ എലമെൻറ്റ് 0 അത് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? ഇല്ല അല്ലേ. ശരിക്കും നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ, ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് അല്ലേ, ആദ്യത്തെ ആൾ ആദ്യത്തെ റോയിൽ ആദ്യത്തെ ആൾ എപ്പോഴും നോൺ സീറോ ആയിരിക്കണം. 0 എന്ന അവിടെ പ്രശ്നം. അപ്പോൾ ഇവിടെ 0 വരാൻ പാടില്ല, ആ 0നെ ഒന്ന് മാറ്റണം. 0നെ മാറ്റുമെന്ന് വെച്ചാൽ ആ റോ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം അല്ലേ. നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ റോസ് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഈ R2 എന്ന് പറയുന്ന സെക്കൻഡ് റോയിനെ പിടിച്ച് R1 ആക്കാം അല്ലേ. R1നെയും R2നെയും ഇൻ്റർചേഞ്ച് ചെയ്താൽ പോരെ, പ്രശ്നം തീർന്നല്ലോ. നമുക്കവിടെ 0 വരാൻ പാടില്ല എന്നേ ഉള്ളൂ, ബാക്കി ഏത് നമ്പർ വേണോ വന്നോട്ടെ, 0ൽ തുടങ്ങാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ഇതാണ്. R2 അല്ലേ, R2നെയും R1നെയും ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവാ. R1 ഇൻ്റർചേഞ്ചസ് ടു R2 അല്ലേ, R1 R2 ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവാ. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോകുന്നത്, ഇതാ നമ്മുടെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് -1 0 -4 ആണ്. ആ റോയിനെ പിടിച്ച് ആദ്യം എഴുതി. ഇനി അടുത്തത് ഫസ്റ്റ് റോ 0 1 0 ആയിരുന്നു, അത് സെക്കൻഡ് എഴുതി. ദെൻ സെക്കൻഡ് അടുത്ത റോ ഏതാ, തേർഡ് റോ 0 4 0. ഓക്കെ ആയോ, എന്താണെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റിയേ? ഇതുവരെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തതിലും ഈ 0 സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടില്ല അല്ലേ. ഞാൻ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് റോയിൽ ആദ്യത്തെ ആൾ എപ്പോഴും എന്തായിരിക്കണം, നോൺ സീറോ ആയിരിക്കണം. ഇവിടെ നോക്കിയപ്പോൾ 0 വന്നു, അങ്ങനെ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ 0 വരാണ്ട് നമ്മുടെ കയ്യിൽ ഒരു റോ ഉണ്ടായിരുന്നു, ആ റോയെ നമ്മൾ അങ്ങോട്ട് കൊടുത്തു. R1നെ R2നെ ഇൻ്റർചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ പഴയ ജോലി നമ്മൾ ചെയ്യാൻ പോകണം. ഇനി വേറൊരു മാറ്റവും ഇല്ല. നമ്മുടെ ആദ്യത്തെ ജോലി എന്താ, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെയുള്ള 2 പേരെയും 0 ആക്കണം. ഇവിടെ ആ ജോലി നമുക്കിവിടെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാരണം ഓൾറെഡി അവിടെ 0 ആണ്. അപ്പോൾ നമ്മുടെ ഒരു ജോലി കുറഞ്ഞു കിട്ടിയല്ലേ, ആണ്. അപ്പോൾ ഇനി സെക്കൻഡ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇവിടെ സെക്കൻഡ് റോയിലെ അല്ലേ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് ആയ 1ന് താഴെയുള്ള 4ന് 0 ആക്കിയാൽ മതി അല്ലേ. ആ പൊസിഷനിൽ വരുന്ന നമ്പർ 4 ആണ്, അതിനെ 0 ആക്കിയാൽ മതി. വേഗം പറഞ്ഞേ, സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 റോസും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് അല്ലേ. R3നെ മാത്രം മാറ്റിയാൽ മതി. എങ്ങനെയാണ് മാറ്റുന്നത്, R3നെ ആരെ യൂസ് ചെയ്തിട്ടാണ് മാറ്റുന്നത്, R2 യൂസ് ചെയ്തിട്ട്. ഇനി പറഞ്ഞാൽ എങ്ങനെ മാറ്റാം, ഇനി നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പേ ചെയ്തതാണ് എനിക്കറിയാം. എന്നാലും നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ 4 ആണ്, ഇവിടെ 1. എന്ത് ചെയ്താലേ 0 ആവുന്നത്, ഈ 1ൻ്റെ കൂടെ അല്ലേ 4 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാം. കറക്റ്റ് ആണോ അല്ലേ. 1 ആയിരുന്നു ഇവിടെ അല്ലേ, 1ഉം 4ഉം 1ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 4 ആയി. 4 - 4 ചെയ്താൽ 0 കിട്ടൂലേ. ഓക്കെ ആയി. ഇനി നമുക്ക് ഇവിടെ നോക്കിയടാ, ഇവിടെ 2ഉം 0 ആയി, അപ്പോൾ ഇവിടെ 0 തന്നെ വരും. ഇവിടെ നമ്മൾ 4 - 4 × 1 ചെയ്തപ്പോൾ 0 കിട്ടി. ഇനി ഇപ്പുറത്ത് നോക്കണ്ടല്ലേ, ഓൾറെഡി 2 എലമെൻറ്റും 0 ആയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. കഴിഞ്ഞു. ഭയങ്കര ഈസി ആയിട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ കേട്ടോ. ഇതുപോലെ ചോദിക്കാം. 0ൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂസിങ് വരും, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല, അങ്ങനെ നമുക്ക് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. 0ൽ സ്റ്റാർട്ട് ചെയ്യുന്ന റോ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് മാറ്റി 0ൽ വരാണ്ടുള്ള നോൺ സീറോ വരുന്ന റോസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ റോസ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. അപ്പോൾ ഇനി റാങ്ക് എന്താന്ന് പറഞ്ഞേ, റാങ്ക് എത്രയാ,
കംപ്ലീറ്റ് 0 വരുന്ന ഏതെങ്കിലും റോ ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ അത് കൗണ്ട് ചെയ്യണ്ട. ബാക്കി എത്ര പേരാ ഉള്ളത്? 2 പേര്. അപ്പോൾ നമ്മുടെ റാങ്ക് എന്താ? 2. കിട്ടി. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ റാങ്ക് 2 ആണെന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഇപ്പം 3 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും വന്നല്ലേ റോ എക്കലോൺ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ. നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ ചെയ്യുക. അതാണ് നിങ്ങളുടെ ജോലി. എന്നിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി അല്ലേ. ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എന്താ? ബൈ റെഡ്യൂസിങ് ഇൻ ടു റോ എക്കലോൺ ഫോം ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. നമ്മളിത് ചെയ്ത് തന്നെ കാണുമ്പോൾ പേടിക്കേണ്ട, ഇച്ചിരി വലിയ മെട്രിക്സ് അല്ലേ. ഞാൻ അങ്ങനെ ഇട്ടതാണ്. നിങ്ങൾക്ക് ഒരു വലിയ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ആ ഒരു പേടി മാറി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനാ വെറുതെ കണ്ടുപിടിച്ചാൽ പോരാ. എന്ത് ചെയ്യണം? റോ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണം. വേഗം സ്റ്റാർട്ട് ചെയ്തേ. നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, പോസ് ചെയ്യുന്നു, എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആൻസർ കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്കറിയാം അല്ലേ. ഇന്ന് നോക്കിയേ. ഇപ്പം ഞാൻ ആദ്യം ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞേ? ഫസ്റ്റ് റോ ഫിക്സഡ് ആണ്. ഫസ്റ്റ് റോയിൽ താഴെയുള്ള അല്ലേ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഈ 1ന് താഴെ വരുന്ന എല്ലാവരും 0 ആക്കണം അല്ലേ. ഓക്കേടാ. സെക്കൻഡ് റോ R2 അല്ലേ. R2 എന്ന് പറയുന്ന എലമെൻറ്റ്സ് 0യാ. അവിടെ നമുക്കൊന്നും ചെയ്യണ്ട അല്ലേ, ഓൾറെഡി 0യാ. അപ്പോൾ ഒന്നും ചെയ്യണ്ട. ഇവിടെ 1 ആണ്. ഈ 1നെ മാറ്റണം. ഈ -2നെ നമുക്ക് എന്താക്കണം? 0 ആക്കണം. ഇനി നോക്കിയാൽ എന്ത് ചെയ്താലാണ് ഈ 0 വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ ഫിക്സഡ് ആണ്. ഫസ്റ്റ് റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല. ഇവിടെ സെക്കൻഡ് റോയും മാറ്റണ്ട, കാരണം ഓൾറെഡി അവിടെ 0 ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് 0 ആക്കണമായിരുന്നു, പക്ഷേ ഓൾറെഡി അവിടെ 0 ആയി. അപ്പോൾ പിന്നെ എന്തിനാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. ഇനി ആരാ മാറ്റേണ്ട? R3 എന്ന് പറയുന്ന തേർഡ് റോയിനെയും ചേഞ്ച് ചെയ്യുക. R4 എന്ന് പറയുന്ന ഫോർത്ത് റോയിനെയും ചേഞ്ച് ചെയ്യുക. എന്ത് ചെയ്യണം നോക്കിയേ. ഫസ്റ്റ് എലമെൻ്റ് ഏതാ? 1 ആണ്. ഇവിടെയും 1 ആണ്. അപ്പോൾ R3നെ മാറ്റുക. ആരെ യൂസ് ചെയ്തിട്ടാണ് മാറ്റേണ്ടത്? R1 യൂസ് ചെയ്തിട്ട്. R4നെ മാറ്റണം. ആരെ യൂസ് ചെയ്തിട്ടാണ് മാറ്റേണ്ടത്? R1 യൂസ് ചെയ്തിട്ട്. ഈ പറഞ്ഞേ, ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. എന്ത് ചെയ്താൽ 0 കിട്ടും? 1 - 1 ചെയ്താൽ 0 കിട്ടും അല്ലേ. ഡയറക്റ്റ് മൈനസ് ചെയ്താൽ മതി. ഇനി നോക്കിയേടാ, ഇവിടെ 1ഉം -2 ആണ്. 1ഉം -2 ആണ്. എന്ത് ചെയ്താൽ 0 കിട്ടും? ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ പോരെ? ആണോ? കാരണം -2 ഇവിടെ വരുന്നത് നോക്കിയേടാ, മൈനസ് ചെയ്താൽ ശരിയാവോ നോക്കിക്കേ. ഇവിടെ 1 × 2 അല്ലേ. അപ്പോൾ 2 - -2 കറക്റ്റ് ആണോ? 1 ആണ് ഇവിടെ ഉള്ളത്, -2 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1 × 2 ചെയ്യുമ്പോൾ 2 കിട്ടും. എന്നിട്ട് 2 - -2 ചെയ്യും അല്ലേ. അപ്പോൾ +2 ആവും. അപ്പോൾ കറക്റ്റ് ആവുമോ നോക്കിക്കേ? ഇല്ല അല്ലേ. ഇവിടെ പ്ലസ് വരണം. നോക്കിയേടാ, അപ്പോൾ 1 × 2 2. അപ്പോൾ 2 പ്ലസ് എന്താ? -2. അതായത് 2 - 2 ചെയ്യുമ്പോഴല്ലേ 0 കിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോണേ, കാരണം ഇവിടെ ഈ മൈനസ് ഉള്ളതുകൊണ്ട് ആ പ്രശ്നം പറ്റിയേ. നമ്മളല്ലെങ്കിൽ എപ്പോഴും ഈ മൈനസ് എന്നുള്ള രീതിയിൽ അങ്ങ് പോവുമായിരുന്നു. ഇവിടെ നോക്കിയേ, 1 × 1 വന്നിരുന്നത് അല്ലേ. 1ഉം -2 ആ വരുന്നത്. അപ്പോൾ 1ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ചെയ്താലേ നമുക്ക് അവിടെ 0 കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ എന്ത് ചെയ്തു? R4 എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്? R1ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ചെയ്യാൻ പോവുക. R4 ചേഞ്ചസ് ടു R4 + 2R1. ഓക്കെ ആണോ? അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ എന്താ? R3 - R1. ഇനി R3യിലെ എലമെൻറ്റ്സ് എല്ലാം എന്താ? വേഗം പറഞ്ഞ R3യിലെ എലമെൻറ്റ്സ് ആരൊക്കെയാ? 1 - 1 4 0. ദെൻ മൈനസ് R1യിലെ എലമെൻറ്റ്സ് ആരൊക്കെയാ? 1 0 2 1. ഇനി ഡയറക്റ്റായിട്ട് മൈനസ് ചെയ്ത് പറഞ്ഞേ. 1 - 1 0. ദെൻ -1 - 0 എന്ന് വെച്ചാൽ എന്താ? -1. 4 - 2 2. 0 - 1 എന്താ? -1. ഓക്കെ അല്ലേ. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? R4 + 2R1. R4 + 2R1. R4ലെ എലമെൻറ്റ്സ് ആരൊക്കെയാ? -2 2 8 0. ദെൻ പ്ലസ് അല്ലേ. എല്ലാവരെയും പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? R1ലെ എല്ലാ എലമെൻറ്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R1ലെ എലമെൻറ്റ്സ് പറഞ്ഞേ വേഗം. 1 0 2 1. ഇനി പറഞ്ഞേ. -2 + 2 എന്തായിരിക്കും? 0 കിട്ടി. ദെൻ 2 + 2 × 0 എന്താ? 0 ആയിപ്പോൾ അല്ലേ. അപ്പോൾ 2 എന്നല്ലേ വരുള്ളൂ. 2 ആണ്. അടുത്ത 8 + 4. 8 + 4 എന്ത് വരും? 12 അല്ലേ. 12 വരുന്നു. അടുത്ത 0 + 2 2. കിട്ടി. ആദ്യത്തെ ജോലി കഴിഞ്ഞു. ഇനി നോക്കാം. ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ നമ്മുടെ നമ്മുടെ ജോലി കംപ്ലീറ്റ് ആയി. എന്താ? ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിന് താഴെ വരുന്ന എല്ലാവരും 0 ആക്കാൻ പറഞ്ഞു. ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ?
സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. ആ 1ന് താഴെയുള്ള രണ്ടുപേരെയും 0 ആക്കണം. നോക്കിക്കേ, ഈ -1നെയും 2നെയും നമ്മൾ 0 ആക്കാൻ പോവാം. സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യത്തെ 2 റോ ഫിക്സഡ് ആണ്, അവരൊന്നും ചെയ്യാൻ പാടില്ല. ഫിക്സ് ചെയ്ത് വെച്ചു. 0 1 -2 1 ആ 2 റോസും ഫിക്സഡ് ആണ്, ഒന്നും ചെയ്യാൻ പാടില്ല. ആരെയൊക്കെയാണ് മാറ്റാൻ പോകുന്നത്? R3നെ മാറ്റാൻ പോവാണ്, R4നെ മാറ്റാൻ പോവാണ്. R3 R4 ആരെ യൂസ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? R2 യൂസ് ചെയ്തിട്ട്. R2 എന്ന് പറയുന്ന സെക്കൻഡ് റോ യൂസ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കിയേടാ, ഇവിടെ 1ഉം -1 ആ. 1ഉം -1 എന്ത് ചെയ്താൽ 0 കിട്ടും? ആഡ് ചെയ്താൽ പോരെ അല്ലേ? 1ഉം -1 ആ. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ തന്നെ -1 + 1 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 0 കിട്ടി. ഇനി നോക്കി, ഇവിടെ 2ഉം 1ഉം അല്ലേ? 2ഉം 1 നേരത്തെ എപ്പോഴും ചെയ്യുന്ന പോലെ അല്ലേ? ഈ 1ൻ്റെ പൊസിഷനിൽ 2 ആയിരുന്നെങ്കിൽ 2 - 2 ചെയ്താൽ നമുക്ക് 0 കിട്ടുമായിരുന്നു. പക്ഷെ അവിടെ 2 അല്ല 1 ആ. അപ്പോൾ 1നെ 2 ആക്കാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്തു. അപ്പോൾ R4 ചേഞ്ചസ് ടു R4 - 2R2. ഓക്കെ. ഇനി വേഗം ചെയ്ത് ആൻസർ പറഞ്ഞേ. R3 ചേഞ്ചസ് ടു R3 + R2 ആണ് ചെയ്യുന്നത് അല്ലേ? പറഞ്ഞേ 0 അല്ലേ? 0 ആണ്. ദെൻ ഇത് രണ്ടും ജസ്റ്റ് നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. -1 + 1 എന്താ? 0 കിട്ടി. അടുത്തത് 2 -2 എന്താ? പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. ദെൻ -1 + 1 എന്താ? 0. കണ്ടോ, എല്ലാവരും 0 ആയിപ്പോയി. ഇനി അടുത്ത ലാസ്റ്റ് റോ മാത്രം ചെയ്തേ. R4 - 2R2 എന്താ ചെയ്യേണ്ടത്? R4ലെ എലമെൻറ്റ്സ് പറഞ്ഞേ. 0 2 12 2. ഇനി എന്ത് ചെയ്യാം? -2 × -2 അല്ലേ? R2ലെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 0 1 -2 1. ഇനി പറഞ്ഞേ 0 - 0 എന്താ? 0. 2 - 2 0. ദെൻ 12 -× പ്ലസ് അല്ലേ? അപ്പോൾ 12 + 4 എന്ന് വരും. എന്താ കിട്ടുക? 16. അടുത്ത 2 - 2 0. ഓക്കെ ആയോ? അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ഒത്തിരി ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്ക് ആവണം അല്ലേ? അങ്ങനെ ഇല്ലല്ലോ. ഇച്ചിരി സമയം എടുക്കുന്ന കുട്ടികൾക്ക് ആകുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുമ്പോൾ അവർക്ക് നല്ലപോലെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി സ്ലോ ആയിട്ട് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ ശരിക്കും 2 ക്വസ്റ്റ്യൻ കേട്ടിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ ചെയ്യുക, അതാ ചെയ്യേണ്ട കൂടുതൽ. ഓക്കെ. ബാക്കി എന്തെങ്കിലും ഡൗട്ട് തെറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നോക്കുക. അപ്പോൾ ഇതുവരെ ഓക്കെ ആയോ? അപ്പോൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടേ? പറഞ്ഞേ, അടുത്ത എന്താ ചെയ്യേണ്ടേ? ഇവിടെ ഒരു പ്രശ്നം വന്ന് നോക്കിയടാ. ഈ ഫസ്റ്റ് റോ സെക്കൻഡ് ഓക്കെയാണ്, സെക്കൻഡ് റോ ഓക്കെയാണ്, തേർഡ് റോയിൽ എല്ലാവരും 0 ആയിപ്പോൾ അല്ലേ? നമ്മൾ പറഞ്ഞു 0 വരുന്ന റോസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ലാസ്റ്റ് പൊസിഷനിൽ തന്നെ വേണം. ഓക്കെ. ഈ കംപ്ലീറ്റ് 0 ആയി പോയിട്ടുള്ള റോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? 1 0 2 1 then 0 1 -2 1 then 0 0 16 0 then ലാസ്റ്റ് കംപ്ലീറ്റ് 0 വരുന്ന റോസിനെ നമ്മൾ ഏറ്റവും ബോട്ടം എത്തിച്ചു. ഓക്കെ ആണോ? ഇനി നമ്മൾ ചെയ്യാൻ പോവാം. ഇനി ശരിക്കും റാങ്ക് കിട്ടിയോ? നിങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഇവിടെ റാങ്ക് എത്രയാ? ഇവിടെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ നോക്കിയേ. ഫസ്റ്റ് റോയിൽ ആദ്യത്തെ ആളുടെ താഴെയുള്ള ഒരു 0 ഓക്കെ ആയി. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെയുള്ള ഒരു 0 ആയി. ഓക്കെ ആയി. തേർഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 16 ആണ്, അതിൻ്റെ താഴെയുള്ള ആൾ 0 ആയി. അപ്പം നമ്മുടെ ജോലി കഴിഞ്ഞു അല്ലേ? ശരിക്കും റെഡ്യൂസ്ഡ് ഫോമിലാണെങ്കിൽ എന്ത് കിട്ടി? റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റി. റാങ്ക് എത്രയായിരിക്കും? 3 അല്ലേ? പക്ഷെ നമ്മളോട് എക്കലോൺ ഫോമിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എക്കലോൺ ഫോമിലോട്ട് മാറ്റണമെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ, എല്ലാ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എപ്പോഴും 1 ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഓക്കെയാണ്. പക്ഷെ ഇവിടെ 16 പറ്റുമോ നമുക്ക്? 16 അല്ല വേണ്ടത്, അവിടെ 1 വരണം. എന്ത് ചെയ്താൽ മതി? 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒന്നുമില്ല, ജസ്റ്റ് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടെ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ അല്ലേ? 0 1 -2 1 എന്ത് ചെയ്തു? നമ്മൾ കംപ്ലീറ്റ് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ ബാക്കി എല്ലാവരും 0 ആയതുകൊണ്ട് അവിടെയും ഇഷ്യൂ ഇല്ല, അവിടെ മാത്രം 1 വരുന്നു. നമ്മുടെ ആൻസർ കിട്ടി. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? R3നെ R3 / 16 ചെയ്തു. ഓക്കെ ആണോ? കിട്ടി അല്ലേ? അപ്പോൾ ഇനി പറഞ്ഞേ, റാങ്ക് എത്രയാ? എത്ര നോൺ സീറോ റോസാണ് ഉള്ളത്? കംപ്ലീറ്റ് 0 ആയി പോയ ഒറ്റ റോയേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം വേണ്ട നമുക്ക്. ബാക്കിയുള്ളവരെ കൗണ്ട് ചെയ്ത് എത്ര റോസാണ് ഉള്ളത്? 1 2 and 3. അപ്പോൾ 3 റോസ് ഉണ്ട്. അപ്പോൾ റാങ്ക് എത്രയാ? 3. ഓക്കെ. ഈ റോയിൽ ഈ 1 കൂടെ 0 ആയിരുന്നെങ്കിൽ റാങ്ക് നമ്മൾ 2 എന്ന് പറഞ്ഞേനെ അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് 0 ആകുന്ന ഒറ്റ റോയേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാറ്റി. അപ്പോൾ ബാക്കി എത്ര റോസാണ് ഉള്ളത്? 3 റോസ് ഉണ്ട്. അപ്പോൾ റാങ്ക് 3 ആണ്. ഓക്കെ ആണ്.
ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വേറെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റൻ കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. ഒരു കുഞ്ഞു ക്വസ്റ്റൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആവും. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അപ്പം ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോട്ടെ. അപ്പം റാങ്ക് കണ്ടുപിടിക്കാനാണ് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പോവുക. അപ്പം നോക്കട്ടെ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ ഒന്ന് പറഞ്ഞാൽ എത്ര റോസാണ് ഉള്ളത് മെട്രിക്സിൽ? 1 2 3 4 അല്ലേ. 4 റോസ് ഉണ്ട്. എത്ര കോളംസാണ് ഉള്ളത്? 1 2 3. 4/3 മെട്രിക്സ് അല്ലേ ഇത്. 4/3 നമ്മൾ ഇതുവരെയും ചെയ്തില്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നും. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 4/3 മെട്രിക്സ് അത്രയേ ഉള്ളൂ. അപ്പം ഇതിനും റാങ്ക് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കുന്ന മെത്തേഡിന് മാറ്റമൊന്നുമില്ല അല്ലേ. നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് നോക്കി അതിന് താഴെയുള്ളവരൊക്കെ 0 ആക്കുക, ഇത് തന്നെയാണ് നമ്മുടെ ജോലി. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 3 ആണ്. അപ്പോൾ 3ന് താഴെ വരുന്ന 6നെ 0 ആക്കണം. ഇവിടെ ഓൾറെഡി 0 വന്നു, അപ്പോൾ പ്രശ്നമില്ല. ഈ 3നെയും 0 ആക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യുക, ആദ്യത്തെ റോ ഫിക്സ് ചെയ്ത് വെച്ചേക്കാം അല്ലേ. 3 -2 0. ഈ റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. പിന്നെ വേറെ ആർക്കാ ചേഞ്ച് ഇല്ലാത്തത്? നമ്മുടെ തേർഡ് റോയിനെ ഒന്നും ചെയ്യണ്ട, 0 1 2, കാരണം ഇവിടെ 0 ആണല്ലോ. അപ്പോൾ ആരെയൊക്കെയാണ് മാറ്റേണ്ടത്? R2നെയും ചേഞ്ച് ചെയ്യണം, R4നെയും ചേഞ്ച് ചെയ്യണം. ആരെ യൂസ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്? R1 യൂസ് ചെയ്തിട്ട്. മറന്നു പോരുത്, ആദ്യം ചെയ്യുമ്പോൾ R1 യൂസ് ചെയ്തിട്ട് ചെയ്യുക, പിന്നെ ചെയ്യുമ്പോൾ ഏത് യൂസ് ചെയ്തിട്ട് ചെയ്യുക? R2 യൂസ് ചെയ്തിട്ട് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ R4 ഇനി എന്ത് ചെയ്യണം എന്ന് നോക്കിക്കേ. R2 ചേഞ്ചസ് ടു R2 മൈനസ് അല്ലേ R1. എന്ത് ചെയ്യണം? ഇവിടെ 6 ആണ്, ഇവിടെ 3 ആണ്. എന്ത് ചെയ്താൽ 0 കിട്ടും? 3യുടെ കൂടെ അല്ലേ, 3 എന്ന് പറയുന്നത് പൊസിഷനിൽ 6 വന്നെങ്കിൽ 6 - 6 ചെയ്യുമ്പോൾ 0 കിട്ടിയേനെ. 6 ഉണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ 6 വരാൻ എന്ത് ചെയ്യും? 3യുടെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്. ഡയറക്റ്റ് അങ്ങ് മൈനസ് ചെയ്താൽ പോരെ. ആയി അല്ലേ. അപ്പോൾ ഇനി പറഞ്ഞേ R2 - 2 R1. വേഗം ചെയ്ത് പറഞ്ഞേ. R2 - 2 R1 എന്താ? R2ലെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 6 - 3 2. ദെൻ അടുത്തത് എന്താ? -2 ഇൻറ്റു എന്ത് ചെയ്യണം? R1ലെ എലമെൻറ്റ് ആരൊക്കെയാണ്? 3 - 2 0. ഇനി പറഞ്ഞേ 6 - 6 0. ദെൻ -3. ഇവിടെ എന്താ 2 മൈനസ് ഒക്കെ വരുന്നത് അല്ലേ. -3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 2 ഇൻറ്റു 2 4. അപ്പോൾ -3 + 4 എന്താ? 1. ദെൻ 2 - 2 ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0 അല്ലേ. അപ്പോൾ 2 - 0 2 തന്നെയാണ്. കഴിഞ്ഞു. ഇനി അടുത്ത ചെയ്യേണ്ട എന്താ? R4നെ R4 മൈനസ് R1 ചെയ്യണം അല്ലേ. അപ്പം നോക്കിയാൽ R4ലെ എലമെൻറ്റ്സ് പറഞ്ഞേ. R4 മൈനസ് R1 പറഞ്ഞേ. R4ലെ എലമെൻറ്റ്സ് ആരൊക്കെയാ? 3 - 1 2. ഇവരൊക്കെ മൈനസ് ചെയ്യാൻ പോവാ. ആരുമായിട്ട്? നമ്മുടെ R1ലെ എലമെൻറ്റ്സുമായിട്ട്. ഇനി പറഞ്ഞേ 3 - 3 0. ദെൻ -1 + 2 അല്ലേ. എന്താ വരിക? 1. ദെൻ 2 - 0 2. ഓക്കെ, എല്ലാ റോസും സെയിം ആയിട്ട് വന്നല്ലേ. ഇനി ചെയ്യാൻ വളരെ ഈസി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് നോക്കിയടാ, ഇത് കംപ്ലീറ്റ് ഒരേ റോസ് ആണ് അല്ലേ. മൈനസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ, ഞാൻ എന്തിനാ മിസ് എന്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നതെന്നല്ലേ. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ 0 1 2 0 1 2 0 1 2. ഈ റോസ് മൈനസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? പറഞ്ഞു 2 റോസ് നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു അല്ലേ. R3നെ മാറ്റാൻ പോവുക, R4നെ മാറ്റാൻ പോവുക. എങ്ങനെയാണ് മാറ്റുന്നത്? R2 യൂസ് ചെയ്തിട്ട്. R2 യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് മൈനസ് ചെയ്താൽ പോരെ. കാരണം നോക്കിയേ 1 - 1 ഇവിടെയും 1 - 1. അപ്പോൾ കംപ്ലീറ്റ് അങ്ങ് 0 ആയി പോകത്തില്ലേ. എല്ലാം മൈനസ് ചെയ്യുമ്പോൾ സെയിം നമ്പർ ആകുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 0 അല്ലേ ആവത്തുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് 0 ആയിപ്പോയി ആണല്ലോ. അപ്പോൾ ഇനി റാങ്ക് എന്താന്ന് പറഞ്ഞേ? റാങ്ക് എത്രയാ? റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. കംപ്ലീറ്റ് 0 ആവാത്ത എത്ര റോസ് ഉണ്ട്? റോ 1 ഫസ്റ്റ് റോ എടുക്കാം, സെക്കൻഡ് റോ എടുക്കാം, തേർഡ് എടുക്കാൻ പറ്റുമോ? എല്ലാവരും 0 അല്ലേ. അത് പറ്റത്തില്ല. ഫോർത്ത് പറ്റുമോ? ഇല്ല, എല്ലാവരും 0 അല്ലേ. അപ്പോൾ എത്ര റോസാണ് ഉള്ളത്? 2. അപ്പം നമ്മുടെ റാങ്ക് എന്താ? 2 ആണ്. ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ റാങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പോർഷനാണ്. ഓക്കെ.